എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളൊരു ടൈറ്റിൽ ആനിമേഷൻ കണ്ടിട്ടുണ്ടാകും. ഒരു ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതുന്ന രൂപത്തിലുള്ള ഒരു ടൈറ്റിൽ ആനിമേഷൻ. ഈ ടൈറ്റിൽ ആനിമേഷൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ആഫ്റ്റർ എഫക്ട്സിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിഗിനർ ക്ലാസ് ആയതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സ്കിപ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ആവർത്തിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ ആദ്യം മുതൽക്കേയുള്ള ക്ലാസ്സുകൾ കേട്ട് വരുന്നവർക്കാണ് നമ്മുടെ ഈ ക്ലാസ് ഒന്നും കൂടിയും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോമ്പോസിഷന് പേര് കൊടുക്കുന്നത് ചാക്ക് റൈറ്റിംഗ് കോമ്പോസിഷൻ എന്നാണ്. ഓക്കെ, ചാക്ക് റൈറ്റിംഗ് എന്ന് നമ്മൾ കോമ്പോസിഷന് പേര് കൊടുക്കുന്നു. സാധാരണത്തെ പോലെ തന്നെ വെടുത്തും ഹൈറ്റൊക്കെ സെയിം തന്നെ. പിന്നെ ഫ്രെയിം റേറ്റ് 30 തന്നെ. പിന്നെ ഡ്യൂറേഷൻ 10. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ടൊക്കെ വെച്ചിട്ട് ഓക്കെ കൊടുക്കാം. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ക് റൈറ്റിംഗ് ടെക്സ്റ്റ് ആനിമേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബ്ലാക്ക് ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈം ലൈനിൽ നമ്മുടെ റൈറ്റ് ക്ലിക്ക് അടിക്കുന്നു മൗസ്. എന്നിട്ട് ഇവിടെ ന്യൂ എന്ന ഓപ്ഷനിൽ നിന്നും സോളിഡ് തിരഞ്ഞെടുക്കുന്നു. ഈ സോളിഡിൽ നമ്മൾ നമ്മുടെ ഇവിടെ എന്താണ് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ബോർഡ് എന്ന് പേര് കൊടുത്താൽ മതി. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബോർഡ് നമ്മൾ പേര് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ കളർ എന്നുള്ളടുത്ത് കളർ എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ഉപയോഗിക്കുന്നത് #171717 ആ ഒരു കളർ ടോണാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കളറുകൾ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എമൗണ്ട് ടൈപ്പ് ചെയ്തും കളർ ഉപയോഗിക്കാം എന്നതിന് ഉദാഹരണമായിട്ടാണ് ഞാനിത് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, #171717 ആ കളർ കൃത്യമായിട്ട് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കളർ ടോൺ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ കളർ എന്ത് ചെയ്യുന്നു, നമ്മൾ ചൂസ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. കാരണം ശരിക്കുള്ള ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബോർഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതേ ഒരു കളർ #1717 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിലെ കളർ തന്നെ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 ടെക്സ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടും റൈറ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് ടൈം ലൈനിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചുകൊണ്ട് ന്യൂവിൽ പോയിക്കൊണ്ട് ടെക്സ്റ്റ് അമർത്തുന്നു. അവിടെ ഞാൻ മോഷൻ എന്ന് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാണ്, മോഷൻ. ഓക്കെ, ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് വളരെ ചെറുതായിട്ടാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ ഫോണ്ട് മാറ്റാനും കളർ മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് സൈഡിലുണ്ട്. ഞാനത് നമ്മുടെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടാനുള്ള മാർഗ്ഗമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം പ്രീമിയർ പോയി നമ്മൾ വിശദീകരിച്ചിരുന്നു. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ, വി ആണ് ഷോർട്ട് കട്ട്, മൂവ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഈ ഒരു മാർജിൻ വലിച്ചുകൊണ്ടും വലുതാക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ ഒരു എമൗണ്ടിൽ ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ വലിപ്പം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ലെയറും കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ടൈം ലൈനിൽ വന്നുകൊണ്ട് ന്യൂ അടിച്ചുകൊണ്ട് പുതിയൊരു ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതിൽ ടൈപ്പ് ചെയ്യുന്നത് ഗ്രാഫിക്സ് എന്നാണ്. ഓക്കെ, ഞാൻ ഗ്രാഫിക്സ് എന്ന് എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫോണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സബ്വേ എന്ന ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്വേ എന്ന ഫോണ്ട് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ മോഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ട് രാമച്ചൈൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. അപ്പോൾ ഞാൻ ഈ 2 ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതേ ഫോണ്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മോഷന് ഒരു മഞ്ഞ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രാഫിക്സിന് ഞാനൊരു വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു വൈറ്റ് കളറ്. ഇപ്പം നമ്മുടെ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടൈറ്റിലിന് ഒരു ആനിമേഷൻ കൂടി കൊടുക്കണം. നമുക്ക് മോഷൻ്റെ വലുപ്പം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് നമ്മളുടെ ടൈറ്റിലിന് ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഈ ഗ്രാഫിക്സ് എന്ന ലെയർ അൺവിസിബിൾ ആക്കുകയാണ്. അപ്പോൾ അൺവിസിബിൾ ആക്കാൻ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചു തന്നിരുന്നു.
ഈ കണ്ണിൻ്റെ ഐക്കൺ നമ്മൾ ഓഫാക്കിയിട്ടാൽ മതി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്കൊരു ലെയർ, ഒരു സോൾഡ് ലെയർ ക്രിയേറ്റ് ചെയ്യണം ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈം ലൈനിൽ വന്നുകൊണ്ട് ന്യൂവിൽ പോയിക്കൊണ്ട് ഒരു സോൾഡ് ലെയർ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സോൾഡ് ലെയറിന് ഞാൻ പേര് കൊടുക്കുന്നത് ട്രേസ് എന്നാണ്. ഓക്കെ, ട്രേസ് എന്നാണ് സോൾഡ് ലെയറിന് ഞാൻ പേര് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, സോൾഡ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രേസ് എന്ന ഈ സോൾഡ് ലെയർ എടുത്തുകൊണ്ട് മോഷൻ എന്ന നമ്മുടെ ടൈറ്റിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിടാം. ഓക്കെ, ഇപ്പോൾ മോഷൻ എന്ന ടൈറ്റിലിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസ് സൂം ചെയ്തെടുക്കാം. ഓക്കെ, വർക്ക് സ്പേസ് സൂം ചെയ്തെടുത്തു. പിന്നെ ഇവിടെ പാൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിവിടെ സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ പാൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു സ്ക്രീനിൻ്റെ സൈസിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഈ മോഷൻ എന്ന ഈ ഒരു ടെക്സ്റ്റിനെ ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ, നിങ്ങൾ കൃത്യമായിട്ട് വരക്കണം എന്നില്ല, എന്നാൽ പറ്റ കൊളാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പെൻ ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ടൈം ലാപ്സ് ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു രൂപം മാത്രം നമുക്ക് ഞാനിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ആ ഒരു ടെക്സ്റ്റിൻ്റെ പോർഷൻ ഇങ്ങനെ നമ്മൾ പെൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ, അഥവാ ഇപ്പോൾ ഈ ഒ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി കിടക്കുന്നത് വിട്ടിട്ടാണ് അല്ലേ, ടീയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലെയർ ഇവിടെ ഇല്ല, നമുക്ക് ഇങ്ങനെ ബന്ധിപ്പിച്ച് വിടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പെൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വീണ്ടും പെൻ ടൂൾ ഉപയോഗിച്ച് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊരു വര ഇങ്ങനെ വെറുതെ എക്സ്ട്രാ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും വി ഞെക്കുക. വി ആണ് നമ്മുടെ സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ വി ഞെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെലക്ഷൻ ടൂൾ ഇവിടെ പെൻ ടൂൾ മാറി സെലക്ഷൻ ടൂൾ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് മോണിറ്ററിൽ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മോണിറ്ററിൽ വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. ഇനി നമ്മൾ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ, നമ്മൾ പ്രീമിയർ പ്രോയിൽ പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് പി ആയിരുന്നു, പക്ഷേ ആഫ്റ്റർ എഫക്ട്സിൽ പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ജി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് കട്ടായ ജി സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലെയറായിട്ടാണ് വരുന്നത്. ഓക്കെ, നേരത്തെ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ലൈന് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് വെറുതെ എന്ത് ചെയ്യുക, നമ്മുടെ മോണിറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പെൻ ടൂൾ എടുത്തുകൊണ്ട് വരച്ച് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതേമാതിരി കണ്ടിന്യൂ ചെയ്താൽ മതി. ഇങ്ങനെ തുടർച്ചയില്ലാത്ത ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ മൂവ് ടൂൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് സ്പീഡിൽ കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മോഷൻ എന്ന ടെക്സ്റ്റിൻ്റെ മുകളിൽ മുഴുവനായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ പോയിക്കൊണ്ട് അവിടെ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടെത്തുക. സ്ട്രോക്ക് എന്നാണ് എഫക്റ്റിൻ്റെ പേര്. അപ്പോൾ സ്ട്രോക്ക് എന്ന എഫക്റ്റ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടെത്തുക. എന്നിട്ട് ആ എഫക്റ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ട്രേസ് എന്ന ഈ സോൾഡിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കളറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് തന്നെയാണ് തൽക്കാലത്തിന്. എന്നിട്ട് ഇവിടെ നമ്മൾ ബ്രഷ് ഹാർഡ്നെസ് ഉണ്ടാവും. ബ്രഷ് ഹാർഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 കൊടുക്കാം. അതുപോലെ തന്നെ ബ്രഷ് സൈസ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്രഷ് സൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ കണ്ടോ, നമ്മൾ ഈ എം എന്ന ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രഷ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു വൈറ്റ് കളറിൽ ഒരു ബ്രഷ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എം ഒ എന്നുള്ള ഈ ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ബ്രഷ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള, അഥവാ ഈ മോഷൻ്റെ TION ആ ഒരു ലെറ്ററിലും കൂടിയും നമുക്ക് ഈ ഒരു ബ്രഷ് വരണമെങ്കിൽ ഇവിടെ ഓൾ മാർക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഓൾ മാർക്സ് എന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്താൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ലെയറിലും കൂടിയും നമുക്ക് എന്ത് ചെയ്യും, ഈ ബ്രഷ് വരുന്നതാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത എല്ലാ ലെയറിലും കൃത്യമായിട്ട് മാസ്ക് വരണമെന്നുണ്ടെങ്കിൽ, ഈ സ്ട്രോക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓൾ മാസ്ക് എന്ന ഓപ്ഷൻ ഇവിടെ എനേബിൾ ആക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രോക്ക് നമ്മുടെ എഴുത്തിനേക്കാൾ മുകളിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ബ്രഷ് സൈസ് കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം, ബ്രഷ് സൈസ് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ, അഥവാ എന്തെങ്കിലും രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ, അഥവാ ഇപ്പോൾ ഈ ലെറ്റർ നമ്മൾ വരച്ചു കൊടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ചെയ്യണം. എങ്ങനെ, സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എന്നെ വരച്ചു കൊടുത്ത് ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ ഡോട്ടുകൾ ഉണ്ടാവും. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ മോഷൻ എഴുതിയ ടൈറ്റിൽ ഉണ്ടല്ലോ, ഈ മോഷൻ എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടി എന്ന് പ്രസ് ചെയ്യുന്നു കീബോർഡിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒപ്പാസിറ്റി പ്രോപ്പർട്ടീസ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ മോഷൻ എന്ന ഈ ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. കാരണം നമുക്ക് ബാക്കിലുള്ള ആ ഒരു വൈറ്റ് കളറ് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ആണല്ലേ, പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും തന്നെ ആവശ്യമില്ല. കാരണം ആ ഒരു നമ്മുടെ ഈ മോഷൻ എന്ന ഈ ടെക്സ്റ്റിൻ്റെ കറക്റ്റായിട്ട് തന്നെയാണ് ബാക്കിൽ ബ്രഷ് വന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലത്തിന് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു ഫർദർ എഡിറ്റിംഗ് ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രേസിൻ്റെ ഓപ്ഷൻ ഉള്ളത്, ട്രാക്ക് മാറ്റ് ഓപ്ഷൻ ഉള്ളത് നണ്ണാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രേസിൻ്റെ ട്രാക്ക് മാറ്റ് ഓപ്ഷൻ ആൽഫ മാറ്റാക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആൽഫ മാറ്റാക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഒപ്പാസിറ്റി കുറച്ചിട്ടിരുന്നു നേരത്തെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും 100ലേക്ക് തന്നെ എത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ട്രേസിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ട്രേസിൻ്റെ കളർ എന്ത് ചെയ്യുന്നു, ട്രേസ് സെലക്ട് ചെയ്തുകൊണ്ട് സ്ട്രോക്കിൽ എന്ത് ചെയ്യാം, സ്ട്രോക്ക് എന്ന എഫക്റ്റിൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയ പോലെ തന്നെ ഒരു മഞ്ഞ കളറിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഒരു ബ്രഷ് എന്തായിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എഴുതി വരുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടൈം ലൈൻ മാർക്കർ 1ാമത്തെ ഫ്രെയിം സെക്കൻഡിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ സ്ട്രോക്ക് എന്ന എഫക്റ്റിൻ്റെ കീഴിലുള്ള എൻഡ് എന്ന ഈ ഒരു പ്രോപ്പർട്ടീസിനാണ് ഇവിടെ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 1ാമത്തെ ഫ്രെയിം സെക്കൻഡിൽ നമ്മൾ ടൈം ലൈൻ മാർക്കർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യുന്നു, എൻഡ് എന്നുള്ള നമ്മളിവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 1ാമത്തെ ഫ്രെയിം സെക്കൻഡിലേക്ക് വരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ 1ാമത്തെ ഫ്രെയിം സെക്കൻഡിൽ എന്താണുള്ളത്, 100% എൻഡ് ഉള്ളത് അല്ലേ, പ്രോപ്പർട്ടീസ് എൻഡ് ഉള്ളത് 100%. അപ്പോൾ നമ്മളിനി 0 ഫ്രെയിം സെക്കൻഡിൽ വന്നുകൊണ്ട്, അഥവാ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ടൈം ലൈൻ മാർക്കർ കൊണ്ടുവന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ 0 ആക്കി കൊടുക്കുന്നു. എൻഡിൻ്റെ എമൗണ്ട് നമ്മൾ 0 ആക്കി കൊടുത്തു. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. ഇപ്പോൾ കണ്ടോ, ഒരു റൈറ്റിംഗ് എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു, നമ്മൾ റൈറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ മോഷനുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇവിടെ തീർന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാഫിക്സിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സൂം ഔട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇത്ര നേരം സൂം ഇന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വർക്ക് സ്പേസ് സൂം ഔട്ട് ആക്കി എടുത്തു. നമുക്ക് വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് കാണാം. ഇപ്പോൾ കണ്ടോ, മോഷൻ എന്ന ആ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് മോഡലിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ലെയറിനും കൂടി ഇവിടെ ആനിമേഷൻ കൊടുക്കാനുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റ് ലെയറിനാണ്. അപ്പോൾ ടെക്സ്റ്റ് ലെയർ ഇപ്പോൾ അൺവിസിബിൾ ആണ്, നമുക്ക് എന്താ വിസിബിൾ ആക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ലെയർ വിസിബിൾ ആക്കി എടുത്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഒരു ഷേപ്പ് ലെയർ കൊണ്ടുവരണം. അപ്പോൾ ഷേപ്പ് ലെയർ കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ എന്ത് ചെയ്യുക, ടൈം ലൈനിൽ ഒന്നുമില്ലാത്ത ഭാഗത്ത്, അഥവാ ഇത് ഇവിടെയൊക്കെ ലെയറുകളുണ്ട്, ലെയറുകളില്ലാത്ത ഭാഗത്ത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെല്ലാ ലെയറിനും അൺസെലക്റ്റ് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തുകൊണ്ട് ഈ ഗ്രാഫിക്സ് എന്ന ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മാസ്ക് ചെയ്യുന്ന രൂപത്തിൽ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിക്സ് എന്ന ഈ ലെയർ മറയുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് റെക്റ്റാങ്കിളിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ ഗ്രാഫിക്സ് എന്ന ടെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് മാസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ മാസ്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗ്രാഫിക്സ് എന്ന ടെക്സ്റ്റിൽ പോയിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ട്രാക്ക് മാറ്റ് കീ ഉള്ളത് നണ്ണാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാക്ക് മാറ്റ് കീ ആൽഫ മാറ്റിലേക്ക് മാറ്റിയെടുക്കുന്നു.
ഓക്കെ, ഇപ്പം എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേഷൻ കൂടി കൊടുത്ത് എന്ത് ചെയ്യും, ഇവിടെ സെറ്റാവും നമ്മുടെ ആനിമേഷൻ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ മോഷൻ എന്ന ഈ ഹാൻഡ് റൈറ്റിംഗ് എഫക്റ്റ് അവസാനിക്കുന്നത് 1ാമത്തെ ഫ്രെയിം സെക്കൻഡിലാണ് അല്ലേ. ഇവിടെ നിന്ന് വന്ന് അഥവാ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് വന്നിട്ട് 1ാമത്തെ ഫ്രെയിം സെക്കൻഡിലാണ് ഈ മോഷൻ എന്ന ഈ നമ്മുടെ ടെക്സ്റ്റ് ആനിമേഷൻ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും വേണം എന്ത് ചെയ്യാൻ, ഗ്രാഫിക്സിന് ആനിമേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഈ 1ൻ്റെയും 2ൻ്റെയും അതോ 1ാമത്തെ ഫ്രെയിം സെക്കൻഡിൻ്റെയും 2ാമത്തെ ഫ്രെയിം സെക്കൻഡിൻ്റെയും ഇടയിൽ ഈ ഒരു ഗ്രാഫിക്സ് എന്ന ഈ ഒരു ടെക്സ്റ്റ് ലെയർ ആനിമേഷനോട് കൂടി വരാനാണ്. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ടൈം ലൈൻ മാർക്കർ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഗ്രാഫിക്സ് എന്ന ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ P എന്ന കീ അമർത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഥവാ ഈ നടുവിലായിട്ട് 1ാമത്തെയും 2ാമത്തെയും ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ നടുവിലായിട്ട് ഒരു കീ ഫ്രെയിം എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1ാമത്തെ ഫ്രെയിം സെക്കൻഡിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മുകളിലേക്ക് അഥവാ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആനിമേഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അഥവാ മുകളിൽ നിന്നും താഴേക്ക് ടെക്സ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ടെക്സ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുന്നു. ഓക്കെ, ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, മോഷൻ എന്നൊരു എഴുത്ത് ഇങ്ങനെ എഴുതി വന്നു അല്ലേ. അങ്ങനെ എഴുതി വന്നതിന് ശേഷം ഇവിടെ ഗ്രാഫിക്സ് എന്ന ഈ ലെയർ എന്ത് ചെയ്തു, നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ആനിമേഷൻ അഥവാ ഒരു നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രൈസ് എന്ന് പറഞ്ഞൊരു സോൾഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ട്രൈസ് എന്ന സോൾഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രീ കമ്പോസ് ചെയ്തിട്ട് ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ പേരിട്ടിട്ട് അതിന് വേറൊരു കോമ്പോസിഷനാക്കി മാറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർക്ക് അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വർക്കുകളൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അശ്രദ്ധവശാൽ കളിക്കുന്ന സമയത്ത് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ ഒരു കോമ്പോസിഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഷൻ ഗ്രാഫിക്സ് എന്ന ഈ ഒരു ടൈറ്റിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ആഫ്റ്റർ എഫക്ട്സിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഈ ട്യൂട്ടോറിയലിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആനിമേഷൻ അല്ലെങ്കിൽ ചോക്ക് റൈറ്റിംഗ് ആനിമേഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിച്ചെന്ന എല്ലാ മെത്തേഡുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നമ്മളോട് പേഴ്സണലായി ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ അവിടെ അവൈലബിൾ ആണ്. ആ നമ്പർ വഴിയും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പേഴ്സണലായി നമ്മോട് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ ഉണ്ടായിരിക്കും. ആഫ്റ്റർ എഫക്ട്സും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.